ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നാണ്. കനകക്കുന്ന് കൊട്ടാരത്തിലാണ് എക്സ്പോ സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 2 ഡേയ്സ് ആയിട്ടുണ്ട്. 30-ാം തീയതി വരെയാണ് ഉള്ളത്. ഇപ്പോൾ പോപ്പ് മരിച്ചതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഒരു 3 ഡേയ്സ് ആണെങ്കിൽ ലൈറ്റിൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ എൻട്രി വന്നിട്ട് അറ്റ് പ്രസൻറ്റ് ഫ്രീ ആണ്. ഗവൺമെൻറ് ഓഫ് കേരള കോഓപ്പറേറ്റീവ് എക്സ്പോ 2025 ഇതിലേ കൂടെ കയറി അകത്തോട്ട് പോകണം. പറ്റി എന്താണ് ഇതായിട്ടുള്ള ക്ഷീര സഹകരണ സംഘങ്ങളാണ്. അതായത് പ്രാഥമിക തലത്തിലുള്ള ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന പാല് അതിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മിൽമ എന്നുള്ള ബ്രാൻഡ് നെയിമിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ അടുത്തതായിട്ട് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, ULCCS എന്നറിയപ്പെടുന്നത്. ഇത് ലോകത്തിലെ രണ്ടാമത്തെ തന്നെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ലേബർ സഹകരണ സംഘങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ, പ്രത്യേകിച്ച് റോഡുകൾ, പാലങ്ങൾ, മറ്റ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ സഹകരണ സംഘങ്ങളിൽ ഒന്നാണ് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ഇന്ത്യൻ കോഫി ഹൗസ് ഈ രംഗത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കോപ്പറേറ്റീവ് പ്രസ്ഥാനത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു കോഫി ഹൗസ് നമ്മുടെ തമ്പാനൂരുള്ളതാണ് അല്ലേ? തമ്പാനൂരുള്ളതാണ്. നെക്സ്റ്റ് കെയർ ഹോം. ഇത് സഹകരണ വകുപ്പ് വഴി നടപ്പിലാക്കിയ സഹകരണ മേഖലയിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പദ്ധതിയാണ്. അതായത് 2018-19 ഉണ്ടായ ഫ്ലഡ്, ആ ഫ്ലഡിൽ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള ഒത്തിരി ആളുകളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ. സഹകരണ മേഖലയിലെ ജീവനക്കാർ ഉൾപ്പെടെ പങ്കാളികളായിക്കൊണ്ട് സഹകരണ സംഘങ്ങളിലൂടെ അവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയായിരുന്നു. ഏതാണ്ട് 2000-ഓളം വീടുകൾ വെച്ച് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കി അവർക്ക് നൽകിയിട്ടുണ്ട്. ടോട്ടൽ എത്ര വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഏതാണ്ട് 2093-ഓളം വീടുകൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു കൊടുത്തു. രണ്ടാം ഘട്ടം 3 ജില്ലകളിലായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞു. നമ്മുടെ വയനാട് പദ്ധതി ഇതിന്റെ അണ്ടറിലാണോ വരുന്നത്? വയനാട് പദ്ധതി അല്ല, അത് സ്പെഷ്യൽ മാസ്റ്റർ പ്ലാൻ ആണ് അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഓവറോൾ. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പോ 2025 കനകക്കുന്നിൽ വരുന്ന സമയത്താണ് സഹകരണ വകുപ്പിൻ്റെ ഈ ഒരു വലിയൊരു എക്സ്പോ വരുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റാളിൽ എന്തൊക്കെ ഹൈലൈറ്റ്? നമ്മുടെ സ്റ്റോളിൽ നമ്മൾ വിൽക്കുന്നത് ചൂരലിന്റെ ഫർണിച്ചർ, പിന്നെ വനത്തിൽ നിന്നുള്ള വിഭവങ്ങൾ, അതായത് തേന്, കുന്തിരിക്കം, ഇഞ്ച, കസ്തൂരി മഞ്ഞൾ, അതുപോലുള്ള സാധനങ്ങൾ. ഓക്കെ, പിന്നെ വേറെ അതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത്? 2000 രൂപ വരും. കിഡ്സിന്റെ സാധനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് 2000 രൂപ മുതലാണെങ്കിൽ കുറേ ചെറിയ ചെറിയ ചൂരലുകളൊക്കെ, അതായത് ചൂരലൊക്കെ അത്യാവശ്യം നിലനിൽക്കുമോ? പിന്നെ 10-15 വർഷം വരെയൊക്കെ നിൽക്കും. മെയിൻ്റെനൻസ് മീൻസ് അതെന്താണ് സംഭവം ഉദ്ദേശിക്കുന്നത്? പോളിഷ് ചെയ്തിട്ട് സംഭവം യൂസ് ചെയ്യുന്നത്. മുകളിലൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ 250 രൂപ. ഇത് ഒറിജിനൽ തടിയാണോ? ചൂരലാണ്. ഓക്കെ, റേറ്റ് 1000 രൂപ. ഇത് ഫുള്ള് മുളയിലുണ്ടാക്കിയതാണോ? സോറി, ചൂരലിലുണ്ടാക്കിയതാണ് അല്ലേ? ഓക്കെ. പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ സംഭവം. കണ്ടോ, ഫുള്ള് പ്ലാസ്റ്റിക്കിലാണ് സംഭവം ഫുള്ള് സെറ്റ് ആയിട്ടുള്ളത്. വേസ്റ്റിലുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് കടൽ കുതിരയാണെന്ന് തോന്നുന്നത്. സംഭവം കൊള്ളാം, സൂപ്പർ. എക്സ്പോസ് എല്ലാ സ്റ്റാൾസും സംഭവം ഫുള്ളും സ്റ്റാർട്ടായിട്ടില്ല. എല്ലാ സംഭവം ജസ്റ്റ് ഉണ്ട് എന്നുള്ളതല്ലാതെ വലിയ രീതിയിലുള്ള ക്രൗഡൊന്നും വരുന്നില്ല. ഫുഡ് കോർട്ട് മെയിനായിട്ട് നമ്മുടെ ഹൈലൈറ്റ് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിന് കാണണം. പ്ലാസ്റ്റിക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? ഉള്ളെല്ലാം പ്ലാസ്റ്റിക്കിലാണെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണെങ്കിൽ ഇതെന്ത് സംഭവം, മീനോ ചീങ്കണ്ണിയോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നു ഗൈസ്. എന്തായാലും പ്ലാസ്റ്റിക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളും പ്ലാസ്റ്റിക്കാണ്, എല്ലാം ഒട്ടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. സംഭവം കൊള്ളാം. ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. ആക്ച്വലി പ്ലാസ്റ്റിക്കിലെ സംഭവം സെറ്റാക്കി വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അടിപൊളി. ഇത് രാത്രി ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഇടുന്ന സമയത്താണെങ്കിൽ നല്ല രീതിയിൽ ബ്രൈറ്റായിട്ടിരിക്കും. ഇതൊരു കൂണും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കൊണ്ടിട്ടാണെങ്കിൽ സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയ കൂണുമുണ്ട്, ചെറിയ കൂണുമുണ്ട്.
സംഭവം കൊള്ളാം, അടിപൊളി ആശയം. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇതുപോലുള്ള വലിയ വലിയ എക്സ്പോകളൊക്കെ വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ സംഭവം.